ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് അല്ലേ? ഇന്നത്തെ വ്ളോഗ് വെച്ചാൽ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പിടിച്ച് അതെ. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാ എല്ലാവരും ആഘോഷിച്ച് എങ്ങനെയാണെന്നൊക്കെ കമന്റിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ കാവ്യ ഇങ്ങോട്ട് നോക്ക്. ചേച്ചി പെടുന്നുണ്ട് ഇതില്. ഹായ് ജുഗു. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് അല്ലേ? ഇന്നത്തെ വ്ളോഗ് വെച്ചാൽ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പിടിച്ച് ഓണാഘോഷിക്കുക. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാ എല്ലാവരും ആഘോഷിച്ച് എങ്ങനെയാണെന്നൊക്കെ കമന്റിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ കാവ്യ ഇങ്ങോട്ട് നോക്ക്. ചേച്ചി പെടുന്നുണ്ട് ഇതില്. ഹായ് ജുഗു. ഗൈസ്, അപ്പൊ നമ്മുടെ ജുഗു റെഡിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഓണം പരിപാടിയാണ്. ലിപ്സ്റ്റിക് ഇങ്ങോട്ട് നോക്ക്. എന്താണ് പറഞ്ഞേ? എന്ത് ഓണാണ്, എല്ലാരും ഓണാണ്. ഉറുമ്പലൊക്കെ ഓണത്തിന് പോവാണ്. എല്ലാവർക്കും ഹാപ്പി എല്ലാവർക്കും ഹാപ്പി ആവുന്ന ദൈവം നിങ്ങൾ ഓണത്തിന് ചെയ്യണോ? ഓണം ചെയ്യാൻ വരുന്നോ ഞങ്ങളുടെ വീട്ടിക്ക്? ഓണപ്പാട്ട് പാടിക്കൊടുക്കുക. ഓണമുത്, തൈശുമുത്, ഓണമുത്, വൈറ്റുമുത്, ഓണമുത്, ചിക്കമുത്. മോളെ യോ യോ യോ. വെല്ല ഇരിക്കട്ടെ കേട്ടോ. നീ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ഇനി ഇവിടെ തൊട്ടേക്ക്. ഇവിടെ ഇതിന്റെ മുണ്ടിന്റെ മുഴുവനായിട്ടൊരു ഫോട്ടോ എടുക്കുമ്പോഴേ പിന്നെ കണ്ടാലും പറ്റും.
തീർച്ചയായിട്ടും ആ പാട്ടുണ്ടോ ഇനി വേണ്ടി ഇങ്ങോട്ട് ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കണം അമ്മേനെ നോക്കി ഇങ്ങനെ കാണിക്കോ ഇങ്ങനെ കാണിക്കേ അപ്പോൾ വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇലയൊക്കെ എല്ലാവർക്കും സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ ടേബിളിലെടുത്ത് വെച്ചിരുന്നു. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന് പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ചെനക്കത്തൊരു കാവിൻ്റെ അവിടേക്ക് പോയിട്ട് നമുക്കിവിടെ അടുത്താണ് കാവിൻ്റെ അവിടെ. അതുകൊണ്ട് നമുക്ക് വേഗം പോയിട്ടൊക്കെ വരാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ ജുഗുത് അവിടെ ഒറ്റയ്ക്ക് തനിയെ വാഴയിലേക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ടോ. പിന്നെ ഞാനും ചേട്ടനൊക്കെ ഇരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എല്ലാവരും ഒത്തുകൂടി. അങ്ങനെ ഞാനും ചേച്ചിയും കാവിയും കൂടിയിട്ട് കാവിലേക്ക് നടന്നു വന്നു കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെല്ലാവരും ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.